രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇങ്ങനൊരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ്. എന്തായാലും ഞാനും ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു നമുക്ക് ആ ഡേയിലേക്ക്. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നിന്നു. അങ്ങനെ തിരിച്ച് കോട്ടേജിലെത്തിയപ്പം ഇങ്ങനെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. നല്ല രസമുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പക്ഷികളുടെയൊക്കെ അതൊരു വല്ലാത്ത രസമാണ്. പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കണം. കാരണം കോട്ടേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് തന്നെ ഉണ്ടാക്കണം. ഞങ്ങൾ അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. തട്ടിക്കൂട്ട് ഫുഡാണ്, കാരണം ഞങ്ങൾക്ക് വെളിയിലും പോകണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത് കോട്ടേജിൻ്റെ. ഇത് ലൈക്ക് ഒരു ഫോറസ്റ്റ് പോലെയാണ് ലൊക്കേഷൻ. ലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. എന്തായാലും നിക്കിലെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അത് കുടിക്കാം. എന്നിട്ട് പഴം വെച്ചിട്ടൊരു പരീക്ഷണത്തിലാണ് ഞങ്ങൾ. പഴം പിഴിഞ്ഞിലാണ് കേട്ടോ. സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. ഇത് നിങ്ങൾ മിണ്ടാണ്ടിരിക്കത്തില്ല. ഇത് പഴം പുഴുങ്ങാനൊരു പുതിയ ടെക്നിക്കാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിപ്പോഴാണ് പരീക്ഷിക്കുന്നത്. എന്തായാലും എളുപ്പത്തിൽ, കാര്യം നമുക്ക് മറ്റേ പുഴുങ്ങുന്ന സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ മറ്റേ നമ്മൾ പുഴുങ്ങാനായിട്ടുള്ള കാര്യം. നമുക്ക് മറ്റേ ഇഡ്ഡലി കുട്ടകവും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഒരു പരിപാടി ട്രൈ ചെയ്യുകയാണേ. സോ നമ്മൾ ടൈമർ വെക്കുമ്പം നോക്കുക, പഴത്തിൻ്റെ ആ ഒരു പഴുപ്പ് അനുസരിച്ച് വേണം വെക്കാനായിട്ട്. അപ്പം ചിലത് ഇപ്പം അത്യാവശ്യം പഴുത്താണെങ്കിൽ 1 മിനിറ്റ് മതിയാവും കേട്ടോ. ഞാനിവിടെ 3 മിനിറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴം ഇച്ചിരി വാടി പഴുത്ത പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അതിനും കുഴപ്പമില്ല, നല്ല പഴമാണ്. അപ്പം 3 മിനിറ്റ്സ് ആണ് വെക്കണത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെ വരുമെന്ന് നോക്കാം. എന്തായാലും തുറന്നു കഴിയുമ്പോൾ അത് പഴുത്ത് വന്നിട്ടുണ്ട്. സോറി, മറ്റേ പുഴുങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഈ കുക്കറിനകത്തൊക്കെ വെച്ച് ഭയങ്കര സാഹസികമായിരുന്നു പഴം പുഴുങ്ങിക്കൊണ്ടിരുന്നത്. എന്തായാലും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ റീസെൻ്റായിട്ടാണ് അറിഞ്ഞത്. അതുകൊണ്ട് എനിക്കിത് നല്ല ബെനിഫിറ്റായിട്ട് തോന്നി. പഴം പുഴുങ്ങാൻ 3 മിനിറ്റ് മതി. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കഴിക്കുന്ന പോലെ തന്നെ പഴം പുഴുങ്ങിയ ടേസ്റ്റൊക്കെ തന്നെയാണ്. വേറെ ടേസ്റ്റൊന്നും വരാനില്ല, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, പഴം പുഴുങ്ങിയ ടേസ്റ്റിന്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് മുട്ട പുഴുങ്ങിയതുമാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. ഓക്കെ, ബൈ.